കൊച്ചിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇക്കാടെ ഫ്രണ്ടും കസിനുമായ ആളുടെ വീട്ടിലേക്കാണ് ഇന്ന് പോണത്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ മക്കൾ കാറി കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം തുടങ്ങിയിട്ടാ. പിന്നെ ഞങ്ങൾ പറൂർ എത്തിയപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറാറുള്ള വെജിറ്റേറിയൻ ഹോട്ടലില്ലേ, പറൂർ വഴി പോകുമ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിലായിരിക്കുള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറാറ്. അവിടെ നല്ല മസാല ദോശയും പൂരിയൊക്കെ കിട്ടും. അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെയും യാത്ര തുടങ്ങിയിട്ടാ. റോറോ വഴിയാണ് ഞങ്ങൾ പോയത്. നല്ല ക്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ റോറോയിലൊക്കെ കയറി. നല്ലൊരു അനുഭവമായിരുന്നു. കയറുമ്പോൾ ചെറിയൊരു പേടി തോന്നുമെങ്കിലും എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നല്ലൊരിതായിരുന്നു. ഞങ്ങൾ നല്ല കാറ്റും പിന്നെ കുറേ വീഡിയോസുകളും ഒക്കെ എടുത്തു. റോറോയിൽ അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ നേരെ ചെന്നിറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ആദ്യം ഞങ്ങൾ പോയതും ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ടാണ് കേട്ടോ. സമയം നമുക്ക് വളരെ കുറവായതിൻ്റെ പേരിൽ മക്കളാണെങ്കിൽ ബീച്ചിലൊക്കെ ഒന്ന് കാണിക്കുകയും വേണം. അപ്പോൾ എല്ലാം ഒന്ന് ഓടിച്ച് കണ്ടിട്ട് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് വന്നത്. ബീച്ചിലേക്ക് പോണ ഈ വഴികളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ വലിയ മരങ്ങളും തണലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇക്കാക്കാണെങ്കിൽ തിരിച്ച് പോകാനും ആയി. അപ്പോൾ പോണതിന് മുമ്പ് എല്ലാ സ്ഥലത്തും ഒന്ന് ഓടിച്ചിട്ട് പോണതാണ് ഈ കാണുന്നത് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. വിദേശികളൊക്കെ ഒരുപാട് കൂടുതൽ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പതുക്കെ അങ്ങോട്ട് നടന്നു. വഴിയോരങ്ങളിൽ ഇതുപോലെ ഇഷ്ടംപോലെ കടകളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാം നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് നോക്കി കാണുക മാത്രമല്ല കേട്ടോ, മേടിക്കുകയും ചെയ്തു. മക്കൾ മേടിപ്പിക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ പോണ വഴിയിലൊരു ബംഗ്ലാവ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. ചെറിയ മക്കളൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. കാണുന്നതും കാണാത്തതുമായ കുറേ സാധനങ്ങൾ അവർ വാങ്ങി കൂട്ടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കി കാണാൻ നല്ല രസമായിരുന്നു. ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ കടകളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നട്ടുച്ച നേരം ആയിരുന്നെങ്കിലും ഒട്ടും ക്ഷീണം അറിഞ്ഞില്ല കേട്ടോ. കാരണം നല്ല കാറ്റും നല്ല ഇതൊക്കെ ആയിരുന്നു. ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കുറേ കടകൾ ഇങ്ങനെ ഉള്ളത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് നടക്കാനും വലിയ ക്ഷീണം അറിഞ്ഞില്ല. എല്ലാം നോക്കിക്കണ്ടുകൊണ്ട് ഇങ്ങനെ പോയതുകൊണ്ട്. അപ്പോഴാണ് കേട്ടോ ഈ ഒരു ബോട്ട് നമ്മുടെ കണ്ണിൽ പെട്ടത്. പണ്ട് ചെറുതിലേ കണ്ടതാണ്, പിന്നെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ. എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒക്കെ നല്ല കളർഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് ഓടി നടന്ന് കാണുന്ന പോലെ തന്നെ വീഡിയോസും എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാം പഴയകാല ഓർമ്മകളായിരുന്നു കേട്ടോ ഓരോന്ന് കാണുമ്പോഴും. പിന്നെ ഈ ഒരു സാധനം ഓർബിറ്റ്സ്, ആ റോസിൻ്റെ നല്ല രസമുണ്ടായിരുന്നു. ഞാനും മേടിച്ചു കേട്ടോ. പിന്നെ ഉപ്പിലിട്ടത് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ജൈബമോൾക്ക് ഇതില്ലാണ്ട് ഒരു രക്ഷയില്ല. എവിടെ ചെന്നാലും അവൾക്ക് അത് മതി. പിന്നെ ചെറുതുങ്ങൾക്ക് ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പിലിട്ടതും ഐസ്ക്രീമൊക്കെ മേടിച്ച് നിന്ന് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. കുറച്ചങ്ങോട്ട് നടന്ന് ബീച്ചൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു കേട്ടോ. ശരിക്കും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിലും ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവിടുത്തെ ആ ഒരു പ്ലേസും ഈ ഒരു പ്ലേസും വല്ലാത്തൊരു ഡിഫറൻസാണ് കേട്ടോ. കൊച്ചി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബിസി ലൈഫാണ് അവിടെ ഉള്ളവരുടെ. കെട്ടിടങ്ങളും മാർക്കറ്റുകളും ഒക്കെ ആയിട്ട് തിക്കും തിരക്കുമാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഫീലുണ്ട് കേട്ടോ. പിന്നെ ബീച്ചിൽ ഇതുപോലെ ഫിഷ് ബോട്ടൊക്കെ കുറേ ഇങ്ങനെ പോണ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് വീഡിയോസ് എടുത്തു. കുറച്ച് നേരം അവിടെ അങ്ങനെയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു കേട്ടോ. ഇനി നേരെ പോണത് കസിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഓക്കെ.